അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 81 സങ്കീർത്തനം 10 തിരുവചനം. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. ഈ വചനം ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. നീ വാ തുറക്കുക, നിനക്ക് ഭക്ഷിക്കാൻ ഞാൻ തരാം. കർത്താവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്ന വാക്കാണിത്. ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാനും വചനത്തിൽ വിശ്രമിക്കുവാനും വചനത്തിൽ നിന്ന് ശക്തി സ്വന്തമാക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ അതിനായി ഒരുക്കുക. നീ വാ തുറക്കുക, നീ അതിനായി ആഗ്രഹിക്കുക, നീ അതിനായി ഒരുമ്പെടുക, നീ അതിനായി സമർപ്പണം ചെയ്യുക, നീ അതിനുവേണ്ടി ത്യാഗം ഏറ്റെടുക്കുക. ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. ഞാൻ നിന്നെ വചനം കൊണ്ട് നിറയ്ക്കാം. വചനത്തിന്റെ പവർ, വചനത്തിന്റെ അനോയിന്റിങ്, വചനത്തിന്റെ പ്രസൻസ്, വചനത്തിലൂടെ കിട്ടുന്ന എല്ലാവിധ കൃപകളും ഞാൻ നിനക്ക് തരാം. നീ വാ തുറന്നാ മതി. നമുക്കൊരു ആഗ്രഹവും മനസ്സും സമർപ്പണം ഉണ്ടായാൽ മതി. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി, ഒരു ഫ്രഷ് അനോയിന്റിങ്ങിന് വേണ്ടി, ഫ്രഷ് പവറിന് വേണ്ടി കർത്താവ് നമുക്ക് തരുന്ന നവമായ കൃപകളുടെ ചൈതന്യത്തിനായി നമ്മുടെ ജീവിതങ്ങളെ പുറമായും കർത്താവിന്റെ മുമ്പിൽ അടിയർ വയ്ക്കുക. എല്ലാവരും അടിയർ വയ്ക്കുക. ടോട്ടൽ സറണ്ടറിങ്, സമ്പൂർണമായ സമർപ്പണത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളുകളായിട്ട് നമ്മുടെ ചില ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചിട്ടും വേണ്ട വിധം ആത്മീയമായി വളരാൻ പറ്റുന്നില്ല, കൃപയിൽ ജ്വലിക്കാൻ പറ്റുന്നില്ല, വചനം വായിച്ച് ധ്യാനിക്കാൻ പറ്റുന്നില്ല. ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നു, മടുപ്പ് വരുന്നു. വചനം എത്ര വായിച്ചാലും ഓർമ്മ കിട്ടുന്നില്ല. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ജപമാല ചൊല്ലി അമ്മമാതവണ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു ജപമാല പോലും പൂർണ്ണമായി ചെല്ലാൻ പറ്റുന്നില്ല. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. വരണ്ടും വരൾച്ച നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരുതരം ആത്മീയ വരൾച്ച, മടുപ്പ്, മരവിപ്പ്. കർത്താവ് ഒരു ഫ്രഷ് കാറ്റ്, ഒരു ഫ്രഷ് പവർ ഈ അവസ്ഥയിൽ നമ്മിലേക്ക് പകരാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം, വാ തുറക്കണം. നീ വാ തുറക്ക്, നീ വാ തുറക്ക്, നിനക്ക് ആവോളം ഭക്ഷിക്കാൻ ഞാൻ തരാം. കർത്താവിന്റെ ഈ വാക്കിനെ ഏറ്റെടുത്തുകൊണ്ട് മനസ്സിന്റെ എല്ലാ ഭാരങ്ങളെയും ഹൃദയത്തിന്റെ എല്ലാ ആകുലതകളെയും നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തെ കുറിച്ച്, മക്കളെ കുറിച്ച്, ജോലിയെ കുറിച്ച്, ബിസിനസിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ചുള്ള നിരവധിയായ വേദനകൾ, നൊമ്പരങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഏൽപ്പിച്ച്, ഇത് കൃപ ഇറങ്ങുന്ന സമയമാണ്, അഭിഷേകം വ്യാപരിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ പവർ ഒരു ഇടിമിന്നൽ പോലെ 10,000ങ്ങളിലേക്ക് വ്യാപിക്കുന്ന സമയമാണ്. ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം എഴുതി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ആത്മീയ വളർച്ച നൽകണമേ, ആത്മീയ വളർച്ച നൽകണമേ. ദൈവിക ജ്ഞാനം തരണമേ, ദൈവിക ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മ ശക്തി തരണമേ, പരിശുദ്ധാത്മ ശക്തി തരണമേ. നവമായ അഭിഷേകം തരണമേ, നവമായ അഭിഷേകം തരണമേ. കൃപകൾ ജ്വലിപ്പിക്കണമേ, കൃപകൾ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നമ്മൾ പ്രാർത്ഥിച്ച
ഈ നിയോഗങ്ങളിലെല്ലാം ദൈവശക്തി ഇറങ്ങുവാൻ, ദൈവത്തിന്റെ തീ പടരുവാൻ, കരഘോഷത്തോടെല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ. Come Holy Spirit, anoint us, anoint us. Holy Spirit, bless us, bless Lord, anoint Lord. Amen. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഗ്ലോറി. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് വ്യാപരിക്കുക. ദേശങ്ങളിൽ രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കുക, വ്യാപരിക്കുക. തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ. ഈ സാന്നിധ്യം, ഈ സാന്നിധ്യം, ഫയർ പ്രസൻസ്, ഈ സാന്നിധ്യം, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ സാന്നിധ്യം തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ. കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്നൊരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ആരാധന. ഈ സാന്നിധ്യമായി അഗ്നി സാന്നിധ്യമായി ആയിരങ്ങളെ പതിനായിരങ്ങളെ ഉണർത്തുക. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കണമേ. ആത്മീയ മരടിപ്പുകള്, ആത്മീയ തളർച്ചകള്, ആത്മീയ ദുർബലതകള്, ആത്മീയ ക്ഷീണങ്ങള് പരിശുദ്ധാത്മാവേ അങ്ങനെ പുതുബലത്താൽ എടുത്തു മാറ്റണമേ. അനേകം ആയിരങ്ങളെ ആത്മാവിന്റെ ബലം കൊണ്ട് ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പറയുക പരിശുദ്ധാത്മാവേ, എല്ലാവരും ഉത്തേജിപ്പിക്കുക പരിശുദ്ധാത്മാവേ. ആറിപ്പോയ ജീവിതങ്ങളെ ചൂട് പിടിപ്പിക്കുക, ആറിപ്പോയ ജീവിതങ്ങളെ ചൂട് പിടിപ്പിക്കുക. തണുത്തുപോയ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവെ ചൂട് പിടിപ്പിക്കുക. ചൂട്, തീ, തീ, തീ. ഹോളി സ്പിരിറ്റ്, 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 ഹോളി സ്പിരിറ്റ്. ആമേൻ, 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 ആമേൻ. ഞങ്ങളെ തീ പിടിപ്പിക്കണമേ, ചൂടുള്ളവരാക്കണമേ. പരിശുദ്ധാത്മാവേ, മാറിപ്പോയ ഞങ്ങൾ ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, സമർപ്പിത ജീവിതം, പരിശുദ്ധാത്മാവേ, വചനാത്മക ജീവിതം, സമാത്മക ജീവിതം പരിശുദ്ധാത്മാവേ ചൂട് പിടിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പിരിറ്റ്, സ്പിരിറ്റ്, സ്പിരിറ്റ്. ആമേൻ, 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 ആമേൻ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മത്തിൽ ചൂടുപിടിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ നവീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന എസഫാനോസിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട്
ദൈവജനം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ തീയുള്ള, പരിശുദ്ധാത്മ നിറവുള്ള, പരിശുദ്ധാത്മ സാന്നിധ്യവും ശക്തിയുമുള്ള ദൈവമക്കളായി മാറ്റപ്പെടേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ. ഈ ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ പ്രത്യേകത. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 4-ാം തിരുവചനം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? എത്ര മനോഹരമായൊരു വചനമാണിത്. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യ സമൂഹം സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യ സമൂഹത്തിലേക്ക് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അവരെല്ലാവരും പെന്തക്കോസ്തയുടെ ശക്തിയിൽ നിറയുകയാണ്. പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാവുകയാണ്. അവർ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ തീയുടെ മേൽ ഇറങ്ങുകയാണ്. ആത്മാവിന്റെ കാറ്റരുടെ മേൽ വീശുകയാണ്. പരിശുദ്ധാത്മാവിൽ തീപിടിച്ച ആത്മാക്കളായി ശിഷ്യന്മാർ മാറ്റപ്പെടുകയാണ്. വളരെ കൃപ നിറഞ്ഞ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ്. ഈ നാളുകളിൽ ദിനംതോറും തീവ്രമായി നമ്മൾ പരിശുദ്ധാത്മ അനുഭവത്തിനായി ദാഹിക്കണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാനുള്ള അതിയായ ആഗ്രഹവും ദാഹവും ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരെയാണ്, പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ കഴിയുന്നവരെയാണ്. ഇന്ന് സഭയിൽ ഒരുപാട് സംഘാടകരുണ്ട്, നല്ല ഓർഗനൈസേഴ്സ് ഉണ്ട്, നല്ല ഗായകരുണ്ട്, പ്രാസംഗികരുണ്ട്, നല്ല കൗൺസിലേഴ്സ് ഉണ്ട്, പ്രഗത്ഭരായിട്ടുള്ള അനേകം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അനേകം വ്യക്തിത്വങ്ങൾ സഭയിലുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സഭയ്ക്ക് മറ്റെന്തിനേക്കാൾ ഇന്ന് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വൈദികർ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന സമർപ്പിതർ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ആത്മായ പ്രേക്ഷിതർ, പരിശുദ്ധാത്മാവിൻ്റെ തീയുള്ള, പരിശുദ്ധാത്മാവിൻ്റെ മണമുള്ള കുടുംബസ്ഥർ, യുവജനങ്ങൾ. ഇതല്ലേ സഭയുടെ കരുത്ത്, ഇതാണ് സഭയുടെ വളർച്ച. ഈ ഒരു കൃപയിലേക്ക് നാം എല്ലാവരെയും കർത്താവ് വിളിക്കുകയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 4:8 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുകയാണ്. എന്തൊരു അനുഭവമാണ്. നമ്മുടെ സംസാരങ്ങളിൽ പരിശുദ്ധാത്മാ നിറവുണ്ടാകണം. നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിവിധങ്ങളായ ജോലികൾ നമ്മൾ ചെയ്യുന്നു, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. എല്ലാം ആത്മാവിൻ്റെ നിറവോടെ നിർവഹിക്കുമ്പോൾ അതിന് വലിയൊരു ഇമ്പാക്റ്റ്, വലിയ റിസൾട്ട് സ്വർഗം തരികയാണ്. അപ്പോസ്തലപ്രവൃത്തി 4:31 നമുക്കിത് കാണാം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ധൈര്യപൂർവം ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയാണ്. ദിനംതോറും അവരെ ആത്മ പുതുക്കുകയാണ്, നവീകരിക്കുകയാണ്, അവരെ റിന്യൂ ചെയ്യുകയാണ്. പുതുക്കി പരിശുദ്ധാത്മാവ് ഓരോ ദിനത്തിലും ശിഷ്യ സമൂഹത്തെ വളർത്തുകയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ വളർച്ചയുടെ ജീവിതമാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് കൃപയുടെ ജീവിതമാണ്, ആത്മനിറവിൻ്റെ ജീവിതമാണ്, ദൈവശക്തിയുടെ ജീവിതമാണ്, കർത്താവിൻ്റെ സ്വഭാവങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എസ്തഫാനോസിൻ്റെ ജീവിതം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു വചനത്തിൽ നിന്ന്. എന്തായിരുന്നു എസ്തഫാനോസിൻ്റെ ജീവിതത്തിന് പ്രത്യേകത? പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരുടെ അനുഭവം ഇതാണ്.
ഗലാത്യ 5:25 നമ്മൾ കണ്ടില്ലേ? നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുവിൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ പറ്റണം നമുക്ക്. പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല, ധ്യാനം കൂടുന്ന സമയത്ത് മാത്രമല്ല, ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് മാത്രമല്ല, ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിക്കുന്ന സമയത്ത് മാത്രമല്ല, നിരന്തരം എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിൽ ജീവിക്കുക, ദൈവത്തിന്റെ റൂഹായിൽ നിറഞ്ഞ് ജീവിക്കുക. അതാണ് ക്രിസ്തീയ ജീവിതം. ഇതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തിലോട്ട് വരാം. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 55-ാം വചനത്തിലാണ്. അവിടെ എസ്തഫാനോസിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത കാണുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. 1, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിച്ചു. 2, ആത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗം കാണുകയാണ്, സ്വർഗം അനുഭവിക്കുകയാണ്, സ്വർഗത്തെ സ്വന്തമാക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. 3-ാമത്തെ പ്രത്യേകത വചനം പറയുന്നു. 7:55 വചനം പറയാണ്, അവൻ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവ മഹത്വം ദർശിക്കുകയാണ്. ദൈവമേ, എന്നാ ഒരു അനുഭവമാണ്. കോപാഗ്രാന്തരായി പല്ലുകടിച്ച് ചീത്ത വിളിച്ച് തെറി വിളിച്ച് ജനക്കൂട്ടം തൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തപ്പോൾ പല്ലുകടിക്കുന്നവരുടെ പല്ലുകടിയല്ല കണ്ടത്, തെറി വിളിച്ചവരുടെ മുഖഭാവമല്ല ശ്രദ്ധിച്ചത്. തൻ്റെ അടുത്തേക്ക് രോഷാകുലരെ പാഞ്ഞെടുത്ത ജനക്കൂട്ടത്തെ എല്ലാ എസ്തഫാനോസ് കണ്ടത് ദൈവത്തിൻ്റെ തേജസ്. ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, അവകാശങ്ങളുടെ ദുഷിപ്പിൻ്റെ പരിഹാസത്തിൻ്റെ ഈ കൊടിയ സഹനത്തിന് നടുവിൽ എസ്തഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ മഹത്വം കാണുകയാണ്, ദൈവത്തിന്റെ തേജസ് ദർശിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അഭിഷേകം മങ്ങിപ്പോവാൻ ഇച്ചിരി ഒരു പ്രശ്നം വന്നാൽ മതി. നമ്മൾ പലപ്പോഴും തൊട്ടാവാടിയ ആത്മീയതയുള്ളവരാ. ഈ തൊട്ടാവാടിയുടെ പ്രത്യേകത എന്താ? നമ്മളിന്ന് ആ തൊട്ടാവാടിയുടെ അരികിലൂടെ പോയാൽ അതിങ്ങനെ വാടിപ്പോവും. പലപ്പോഴും നമ്മുടെ ആത്മീയത, നമ്മുടെ അഭിഷേകം, പരിശുദ്ധാത്മ അനുഭവം എന്നൊക്കെ പറയുന്നത് അത് നൈമിഷികമാണ്. ചെറിയൊരു പ്രതിസന്ധിയുടെ കാറ്റടിച്ചാൽ മതി, സഹനത്തിൻ്റെ ഒരു ചെറിയ മഴത്തുള്ളികൾ വീണാൽ മതി ജീവിതത്തിലോട്ട്, നമ്മളങ്ങ് ആകെ വിഷമിച്ചു, പിന്നെ നിരാശപ്പെടുകയാണ്, അസ്വസ്ഥരാവുകയാണ്, അസംതൃപ്തരാവുകയാണ്, ജീവിതം തീർന്ന മട്ടിൽ നമ്മളൊരു വിഷാദത്തിലേക്ക് പോവുകയാണ്. എത്രയെത്ര ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. നിങ്ങൾ എസ്തഫാനോസിനെ നോക്കിയേ, എന്നാ ഒരു ആത്മശക്തിയാ, എന്നാ ഒരു അഭിഷേകത്തിന്റെ പവറാണ്. ഇതാണ് പരിശുദ്ധാത്മാ ജീവിതം. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന് മഹത്വം ദർശിക്കുക. ദൈവമക്കളെ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയ വചനം. യേശു പറഞ്ഞില്ലേ മർത്തയോട്, യോഹന്നാൻ 14:40, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. അപ്പോൾ ആരെല്ലാം വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവോ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നവോ അവർക്കെല്ലാം നിരന്തരം, ഏത് സാഹചര്യമാവട്ടെ, ഏത് പ്രതികൂലമാവട്ടെ, എത്ര വലിയ കൊടിയ സഹനമാവട്ടെ, അതിന് നടുവിലും ദൈവത്തിൻ്റെ മഹത്വം കാണാൻ, ദൈവത്തിൻ്റെ തേജസ് ദർശിക്കാൻ ദൈവം ഇടവരുത്തും. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവുള്ള ജീവിതം. നമ്മൾ പരിശോധിക്കണം, നമുക്ക് ഈ തേജസ് ദർശിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഈ മഹത്വം കാണാൻ പറ്റുന്നുണ്ടോ? പ്രതിസന്ധികളിൽ, സഹനങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, വേദനകളിൽ, ദുരിതങ്ങളിൽ, ദുരന്തങ്ങളിൽ, പരാജയങ്ങളിൽ, മാറാരോഗങ്ങളിൽ, ആകസ്മികമായി ഉണ്ടാകുന്ന ചില പ്രിയപ്പെട്ടവരുടെ വേർപാടുകളിൽ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ, ദൈവത്തിൻ്റെ തേജസ് ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എസ്തഫാനോസ് അത് കണ്ടു. 4-ാമത് വചനത്തിൽ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതായി കണ്ടു. യേശു നിൽക്കുകയാണ്. സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ഉപവിഷ്ടനാണ്, യേശു ഇരിക്കുകയാണ് പൂർണ്ണ മഹത്വത്തിൽ. ഇവിടെ നിങ്ങൾ ചിന്തിച്ച്, യേശു നിൽക്കുകയാണ്. എന്നാ ഒരു വചനമാണിത്! എന്തിനാ യേശു നിൽക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. തൻ്റെ പ്രിയപ്പെട്ട ആത്മാവ്
തന്നെ ഒത്തിരി സ്നേഹിച്ച ആത്മാവായിരുന്ന എസഫാനോസ് തനിക്ക് വേണ്ടി രക്തസാക്ഷിയായി കല്ലേറുകൊണ്ട് താൻ മരണപ്പെടുകയാണ്. വിശ്വാസത്തെ പ്രതി, ഈശോയെ പ്രതി, വചനത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച എസഫാനോസ്. ഈ എസഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി കർത്താവിത സ്വർഗത്തിൽ സന്തോഷത്തോടെ, കർത്താവ് ആനന്ദത്തോടെ തൻ്റെ പ്രിയപ്പെട്ടവന്റെ, തൻ്റെ പ്രിയ വിശ്വസ്തനായ ആത്മാവ് എസഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ സ്വർഗം മുഴുവൻ ആ ആത്മാവിനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദൈവമക്കളെ? പരിശുദ്ധാത്മാവുള്ള ജീവിതം ഒരു പ്രത്യാശയുടെ ജീവിതമാണ്. ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം തരും. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ പ്രതി നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ, സമയമാകാം, സമ്പത്താകാം, ആരോഗ്യമാകാം, അവസരങ്ങളാകാം, നമുക്ക് ലഭിക്കേണ്ട സാധ്യതകളാകാം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തെ പോലും ആകാം, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളാകാം, ലോകത്തിൻ്റെ കയ്യടികളാകാം. യേശുവിനെ പ്രതി, വചനത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി നീ നഷ്ടപ്പെടുത്തിയാൽ അത് നഷ്ടമേ അല്ല, അത് ലാഭമാക്കി മഹത്വമാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എസഫാനോസിന്റെ ജീവിതത്തിൽ കാണുകയാണ്. എസഫാനോസ് മൺമറഞ്ഞും അടിഞ്ഞു പോകാൻ കർത്താവ് അനുവദിച്ചില്ല. തൻ്റെ വിശ്വസ്തനായ തൻ്റെ എസഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ സന്തോഷത്തോടെ കർത്താവ് നിൽക്കുകയാണ്. ഇരു കരങ്ങളും നീട്ടി, എസഫാനോസെ വരിക, നീ എൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുക, നീ എന്നേക്കും എന്നോട് കൂടെ ആയിരിക്കുക. കർത്താവ് വെൽക്കം ചെയ്യുകയാണ് എസഫാനോസിനെ. പ്രതിഫലം നൽകുന്നവനാണ്. ഹീബ്രു 11:6 പറയുന്നുണ്ടത്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. 5ാമത്തെ അനുഭവം എന്താണ് ദൈവമക്കളെ? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. 5ാമത്തെ അനുഭവം അവിടെ പറയുകയാണ്. 7-ാം അധ്യായം വാക്യം 59. അവർ എസഫാനോസിനെ കല്ലെറിയുകയാണ്. കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി അവിടെ കൂടിയിരിക്കുന്ന 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് എസഫാനോസിനെ കല്ലെറിയുകയാണ്. 59-ാമത്തെ വചനം പറയാ, അവൻ കല്ലെറിയപ്പെട്ടപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. ഇതാണ് ആത്മീയത, ഇതാണ് അഭിഷേകം, ഇതാണ് പരിശുദ്ധാത്മാവുള്ള ജീവിതം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന് കല്ലേറുകൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ദൈവമക്കളെ? നമ്മളെ ദുഷിക്കുമ്പോൾ മറ്റുള്ള നമ്മൾ ദുഷിക്കുകയാണ്, തെറി വിളിക്കുകയാണ്, ചീത്ത പറയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും നന്മ പറയാതെ നമ്മുടെ മനസ്സിനങ്ങ് ഇടിച്ച് തകർക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് കർത്താവിനെ ആശ്രയിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് മുട്ടുകുത്തി പരിശുദ്ധാത്മാവേ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ പറ്റുന്നുണ്ട്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കല്ലേറുകൊള്ളുക, പുസ്തകമായ വേദന, അസഹ്യമായ വേദന, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കഠിനമായ വേദന എസഫാനോസ് അനുഭവിക്കുമ്പോൾ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈശോയെ, യേശുവേ, പരിശുദ്ധാത്മാവെ വിളിച്ച് ആ കല്ലെറിയുന്നവർ അനുഗ്രഹിക്കുകയാണ്. ഓരോ കല്ലും ദേഹത്തു നിന്ന് വീഴുമ്പോൾ കൃപയായി സ്വീകരിക്കുകയാണ്, അഭിഷേകമായി സ്വീകരിക്കുകയാണ്. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി അവനത് സ്നേഹത്തോടെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇതല്ലേ ക്രിസ്തീയ ജീവിതം? ഇതല്ലേ എൻ്റെ സഹോദരങ്ങളെ ആത്മീയ ജീവിതം? ഒരു 10 കല്ല് നമ്മുടെ മേൽ വന്ന് വീഴുമ്പോൾ ഒരെണ്ണം അങ്ങോട്ടും എറിയാൻ ചോദിച്ചു ഏറി കൊടുക്കുന്നതാണോ ക്രിസ്തീയ ജീവിതം? അല്ല ദൈവമക്കളെ. ഇന്ന് സോഷ്യൽ മീഡിയ ഈ കല്ലേറല്ലേ, പരിഹാസത്തിന്, ദുഷിപ്പിന്റെ ഈ കല്ലേറ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ പ്രാർത്ഥിക്കുന്നു? എവിടെ മുട്ടുമടക്കുന്നു? എവിടെ കൈവിരിക്കുന്നു? പരിശുദ്ധാത്മാവിലുള്ള ജീവിതം പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കുന്ന, കൊടിയ സഹനങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, ദുഷിപ്പുകളിലും പരിഹാസങ്ങളിലും വേദനകളിലും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്
ജീവിതമാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. അവസാനമായി 60-ാമത്തെ വചനം പറയുന്നു, അവൻ മുട്ടുകുത്തി കരങ്ങൾ തിരിച്ചു പറഞ്ഞു, കർത്താവേ, ഈ കുറ്റവരുടെ മേൽ നീ ആരോപിക്കരുതേ. അവരെന്നെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ്. ഈ അപരാധം അവരുടെ മേൽ നീ ആരോപിക്കരുതേ. നിരുപാധികം ക്ഷമിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ആത്മാവിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. തന്നെ കല്ലെറിഞ്ഞവരെ, തന്നെ അപായപ്പെടുത്തിയവരെ, തന്നെ കൊല്ലുന്നവരെ സ്നേഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ക്ഷമിച്ച് സ്നേഹിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവുള്ള ജീവിതമാണ് ദൈവമക്കളെ. പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേട്ടിരിക്കാൻ എളുപ്പമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെ കൊല്ലുന്ന, നമ്മളെ തകർക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന, നമ്മൾ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നവരെ നോക്കി നമ്മൾ പറയാം, കർത്താവേ, അവർ ചെയ്യുന്ന കുറ്റം ആരോപിക്കരുതേ. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചില്ലേ? പിതാവേ, കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചില്ലേ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ അപ്പാ, അപ്പാ, ഇവരോട് നീ പൊറുക്കണം അപ്പാ. കർത്താവിൽ നിന്ന് ഈ കൃപ സ്വീകരിക്കുകയാണ് സഫാനോസ്. തന്നെ കല്ലെറിഞ്ഞവരെ നോക്കി അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു, ഞാൻ അവരെ പൂർണ്ണമായി സ്നേഹിക്കുന്നു. ഈ കുറ്റം അവരുടെ മേൽ കർത്താവെ നീ ആരോപിക്കരുതേ. അവർ നശിച്ചു പോകാൻ, അവർ തകർന്നു പോകാൻ കർത്താവെ നീ അനുവദിക്കരുതേ. നിരുപാധികം ക്ഷമിച്ച് സ്നേഹിക്കുന്ന അനുഭവം പരിശുദ്ധാത്മാവുള്ള ജീവിതമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, വക്രതയും ദുഷിപ്പും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് മുട്ടുമടക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മ നിരന്തരം നമ്മെ നയിക്കട്ടെ. അവൻ്റെ അഭിഷേകത്തിൽ ദിനംതോറും നമ്മൾക്ക് വളരാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ